സർക്കാരിനെ വെല്ലുവിളിച്ചും ഗുരുതര ആരോപണങ്ങൾ ഉയർത്തിയും ബി അശോക് സൈനിക ക്ഷേമ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി സ്ഥാനത്തു നിന്നുള്ള സസ്പെൻഷന് പിന്നാലെയാണ് മുഖ്യമന്ത്രിക്കും ഓഫീസിനും നേരെയുള്ള വിമർശനം. സസ്പെൻഷൻ ബാഡ്ജായി കരുതുന്നു, അത് ചവറ്റുകുട്ടയിലേക്ക് പോകും. പുതിയ സർക്കാർ വരുമ്പോൾ ആദ്യ ദിനം തന്നെ സസ്പെൻഷൻ റദ്ദാക്കപ്പെടും. തുടർ ഭരണം ഉറപ്പാക്കാൻ IAS ഉദ്യോഗസ്ഥ കോക്കസ് പ്രവർത്തിക്കുന്നുവെന്നും അശോക് പറഞ്ഞു. ഞാൻ പറഞ്ഞത് തുടർ ഭരണത്തിലേക്ക് കടന്നാൽ തുടർ ഭരണത്തിൽ എത്തിയില്ല. അതിന് കാലാവധി തീരുന്നതിന് 4 ദിവസം മുമ്പ് തന്നെ ഇവിടെ ആരും മിണ്ടാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഓർഡേഴ്സ് പുറപ്പെടുവിച്ചിരിക്കുകയല്ലേ. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചാൽ മതി. ഞാൻ അതിൻ്റെ ഒരു പശ്ചാത്തലം പറഞ്ഞുതരാം. ഒന്നാം പിണറായി സർക്കാരിൽ സാമാന്യം നല്ല നിലയിലുള്ള ടീം വർക്ക് അഖിലേന്ത്യാ സർവീസും സീനിയർ ഉദ്യോഗസ്ഥരുമായിട്ട് ഗവൺമെൻറ് ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് പ്രളയത്തിൻ്റെ സമയത്ത്, കോവിഡിൻ്റെ സമയത്ത് അക്ഷീണം എത്തിച്ച ഒരു സിവിൽ സർവീസ് ലീഡർഷിപ്പിനെയാണ് നമ്മൾ കണ്ടത്. അത് നമ്മുടെ ആ സമയത്തെ ഗവൺമെൻറ്റിൻ്റെ വിജയത്തിൻ്റെയും തുടർ ഭരണത്തിൻ്റെയും ഒരു വലിയ ഘടകമായിരുന്നു. ഒറ്റ കോംപ്ലിമെൻ്റ് ആയിട്ട് പല മിനിസ്റ്റേഴ്സും സീനിയർ മിനിസ്റ്റേഴ്സ് എല്ലാം തന്നെ സിവിൽ സർവീസിനെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് അങ്ങേയറ്റം സത്യസന്ധമായിട്ട് അവരൊരു ടീം വർക്കോട് കൂടിയിട്ട് പ്രവർത്തിക്കുന്ന സമീപനമാണ് കണ്ടിട്ടുള്ളത്. പക്ഷേ രണ്ടാം സർക്കാരിൽ ഐ ആം സോറി ടു സേ ഏതാണ്ട് 22-23 ആയപ്പോഴേക്കും ഈ താളം തെറ്റാൻ തുടങ്ങി. ഇപ്പോൾ ചീഫ് സെക്രട്ടറി ജൂൺ 30 വിരമിക്കുകയാണ്. അടുത്ത് സീനിയറായിട്ടുള്ള ചീഫ് സെക്രട്ടറി പദവിയിലേക്ക് പരിഗണിക്കപ്പെടേണ്ട ആളുകളൊക്കെ തന്നെ തിരുവനന്തപുരത്ത് വന്ന് KM എബ്രഹാമുമായിട്ട് മീറ്റിംഗ് നടത്തി എന്നെ പരിഗണിക്കണം എന്നാവശ്യപ്പെട്ട് മടങ്ങുന്ന അവസ്ഥയിൽ എത്തി നിൽക്കുകയാണ്. ഇങ്ങനെ ഒരു ഭരണഘടനാ ബാഹ്യ അധികാര കേന്ദ്രം ഭരണഘടനാപരമായ ചുമതലകൾ ഏറ്റെടുത്ത് മറ്റു മന്ത്രിമാരെയും ഉദ്യോഗസ്ഥരെയും ഇൻസ്ട്രക്ട് ചെയ്തു തുടങ്ങുകയും നിയമനത്തിലടക്കം അനർഹമായിട്ടുള്ള കൈകടത്തൽ നടത്തുകയും ചെയ്തതിൻ്റെ പരിണത ഫലമാണ് ഇപ്പോൾ IAS അസോസിയേഷനുമായിട്ടും എനിക്കെതിരെയും ഒക്കെയുള്ള നടപടികളിലേക്കും ലിറ്റിഗേഷൻസിലേക്കും നീട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് ഞങ്ങൾ പുതുതായിട്ട് വരുന്ന ഗവൺമെൻറ്റിൻ്റെ മുന്നിൽ ഡെഫിനറ്റായിട്ടും ലിഖിതത്തിൽ തന്നെ ഇത്തരം ലോങ് റിട്ടയർഡ് ഉദ്യോഗസ്ഥരെ സർവീസിലെ ആക്റ്റീവ് പൊസിഷനുകളിൽ കൊണ്ടുവരുന്നതിൽ നിന്നും ആ ഒരു പുവർ പ്രസിഡന്റ് അവസാനിപ്പിക്കണമെന്ന് പുതുതായിട്ട് ചുമതലയെടുക്കുന്ന മുഖ്യമന്ത്രിയോടും ഗവർണറോടും അതിൻ്റെ സമയത്ത് ഞങ്ങൾ റിക്വസ്റ്റ് ചെയ്യുന്നതാണ്. അത് വളരെ മോശം എക്സാമ്പിളായി മാറിയിട്ടുണ്ട്. ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും കിടക്കുന്നില്ല. വളരെ കൂടുതൽ അന്വേഷണവും വളരെ കൂടുതൽ ഇൻവെസ്റ്റിഗേഷൻസും ആവശ്യമുള്ള ഒട്ടേറെ ക്രമക്കേടുകളുടെ നീണ്ട നിരകൾ തന്നെ ഞാൻ ഈ പരാമർശിച്ച സ്ഥാപനങ്ങളെല്ലാം വന്നിട്ടുണ്ട്. KM എബ്രഹാമിനെയും ബി അശോക് രൂക്ഷമായി വിമർശിച്ചു. ക്യാബിനറ്റ് പദവി കിട്ടിയ ശേഷം മന്ത്രിയെപ്പോലെയാണ് പ്രവർത്തനം. മന്ത്രിമാർക്ക് പോലും നിർദ്ദേശങ്ങൾ നൽകുന്നു. ഭരണഘടന ബാഹ്യ അധികാര കേന്ദ്രമായി വളർന്നു. വൻ ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു. എന്നുള്ള VV അരുൺ വിവരങ്ങൾ നൽകും. അരുൺ, ആദ്യം ഈ നടപടിയെ അതിനെ വിമർശിക്കുമ്പോൾ എന്തുകൊണ്ടാണ് നിയമ നടപടിക്കില്ല എന്ന് അദ്ദേഹം പറയുന്നത്? എന്തോ അസാധാരണ നീക്കമാണ് ബി അശോക് നടത്തുന്നത്. നമുക്കറിയാം, ഏതാനും മാസങ്ങളായി ഒരു ഉദ്യോഗസ്ഥൻ, മറ്റൊരു ഉദ്യോഗസ്ഥൻ പ്രശാന്ത് സസ്പെൻഷനിലാണ്. സർക്കാരിനെതിരായ ആരോപണങ്ങൾ ഉന്നയിച്ചു, അല്ലെങ്കിൽ സർക്കാർ അനുമതിയില്ലാതെ സാമൂഹ്യ മാധ്യമങ്ങളുടെയും ഒക്കെ ഇടപെട്ടു എന്ന ആരോപണത്തിലാണ് പ്രശാന്തിന് സസ്പെൻഷൻ. പിന്നീട് ചീഫ് സെക്രട്ടറിക്കെതിരെ അതിരൂക്ഷമായ ആരോപണവുമായി പ്രശാന്ത് രംഗത്ത് വന്ന് നമ്മൾ കണ്ടതാണ്. പ്രശാന്തിന് സസ്പെൻഷൻ ഇപ്പോഴും പിൻവലിച്ചിട്ടില്ല. ഇപ്പോൾ പ്രശാന്തിനൊപ്പം ചേർന്ന് ഒരു പോഡ്കാസ്റ്റ് നടത്തി അനുമതിയില്ലാതെ മാധ്യമങ്ങളിലൂടെ രംഗത്ത് വന്നു. അതുപോലെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ സർക്കാരിനെ അപകീർത്തി ഉണ്ടാക്കി തുടങ്ങിയ കുറ്റാരോപണങ്ങളുടെ പേരിലാണ് ഇന്നലെ ബി അശോകിനെയും സർക്കാർ സസ്പെൻഡ് ചെയ്തത്. ആ സസ്പെൻഷൻ ഉത്തരവിനെ തള്ളിക്കളയുകയാണ് അശോക് ചെയ്യുന്നത്. 2024 മുതൽ മുഖ്യമന്ത്രിക്കെതിരെ പല നീക്കങ്ങളും താൻ IAS അസോസിയേഷന് വേണ്ടി നടത്തിയിട്ടുണ്ട്. അതിനുള്ള പ്രതികാരം, പക തീർക്കുകയാണ് സർക്കാർ എന്ന വിമർശനമാണ് ബി അശോക് ഉന്നയിക്കുന്നത്. ഇറങ്ങിപ്പോകുന്നതിന് മുമ്പ്, അതായത് ഭരണത്തിൻ്റെ അവസാന നാളുകളാണ്, ഇറങ്ങിപ്പോകുന്നതിന് മുമ്പ് ശത്രുക്കളെന്ന് തോന്നിയിട്ടുള്ളവരെയൊക്കെ ഒരു റൗണ്ട് വെടിവെച്ചിട്ട് പോകാമെന്ന ഒരു സമീപനമാണ് സർക്കാരിനെ താൻ വിമർശിക്കുന്നില്ല. പക്ഷേ മാറി മാറി വരുന്ന അധികാരികളുണ്ട്, അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരുണ്ട് അധികാര കേന്ദ്രങ്ങളിൽ വരുന്ന, അവരെയാണ് വിമർശിക്കുന്നത്. അത് തെറ്റില്ല. തെറ്റ് ചൂണ്ടിക്കാണിക്കാനും വിമർശിക്കാനും സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർ തയ്യാറെടുക്കണമെന്ന് തന്നെയാണ് എൻ്റെ നിലപാട്. ഏതായാലും ഈ സസ്പെൻഷൻ ഉത്തരവിനെ ഒരു ബാഡ്ജായി കരുതുന്നു, എനിക്ക് ലഭിക്കുന്നൊരു പ്രശസ്തി പത്രമായി കരുതുന്നു എന്നാണ് ബി അശോക് പറയുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ അതീവ ഗുരുതരമായ ആരോപണങ്ങൾ അദ്ദേഹം വിമർശനങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അതായത് വാഴ്ത്തുപാട്ട് പാടുന്നവരെ മാത്രം പിന്തുണയ്ക്കുന്ന, സിവിൽ സർവീസിലുള്ളവരെല്ലാം തൻ്റെ ദാസ്യവേല ചെയ്യേണ്ട ആളുകളാണെന്ന് ധാരണയുള്ള ചിലരുണ്ട്. അവരാണ് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. 2024 വരെ
വളരെ നല്ല ബന്ധമായിരുന്നു. പ്രത്യേകിച്ചും ആദ്യ പിണറായി സർക്കാരിൻ്റെ കാലത്ത് IAS ഉദ്യോഗസ്ഥരും സർക്കാരും തമ്മിൽ നല്ല ബന്ധമായിരുന്നു. കോവിഡ് കാലത്തും അതുപോലെ തന്നെ പ്രളയകാലത്തുമെല്ലാം അത് കണ്ടതാണ്. എന്നാൽ അതിനുശേഷം അങ്ങനെയല്ല ബന്ധം. M. ശിവശങ്കർ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരിക്കെ കാര്യങ്ങളെല്ലാം നന്നായി പോയിരുന്നു. പക്ഷേ ശിവശങ്കർ മാറി. രണ്ടാം ടൈമിൽ KM എബ്രഹാം എന്ന മുൻ ചീഫ് സെക്രട്ടറി, മുൻ ധനകാര്യ സെക്രട്ടറി മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറിയായി വന്നു. സാധാരണഗതിയിൽ IASലോ സർക്കാരിലോ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി എന്ന പദവിയില്ല. അവിടെയാണ് ചീഫ് സെക്രട്ടറിയേക്കാൾ വളരെ സീനിയറായ റിട്ടയർഡായ ഒരു ഉദ്യോഗസ്ഥനെ KM എബ്രഹാമിനെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി എന്ന ഒരു പദവി കൊടുത്ത് കൊണ്ടിരുത്തിയത്. അത് അധികാര ശ്രേണിയിൽ ചീഫ് സെക്രട്ടറിക്ക് മുകളിലാണ് ഇദ്ദേഹമെന്ന് അദ്ദേഹം ധരിച്ചു. ചീഫ് സെക്രട്ടറി പല കാര്യങ്ങളിലും അദ്ദേഹം നിർദ്ദേശിക്കാൻ തുടങ്ങി, അല്ലെങ്കിൽ നിയന്ത്രിക്കാൻ തുടങ്ങി. ഒരു ക്യാബിനറ്റ് പദവി കൂടി ഇദ്ദേഹത്തിന് ലഭിച്ചു. ക്യാബിനറ്റ് പദവി ലഭിക്കുമ്പോൾ സ്വാഭാവികമായും മന്ത്രിമാരെ പോലെ KM എബ്രഹാം ഇടപെടാൻ തുടങ്ങിയെന്ന ഒരു ഗുരുതര പരാമർശവും നടത്തുന്നു. സർക്കാരിലെ രണ്ടാമനായി KM എബ്രഹാം മാറി. ഭരണഘടനാ ബാഹ്യമായ ഒരു അധികാര കേന്ദ്രമായി KM എബ്രഹാം മാറി. മാത്രമല്ല കിഫ്ബി വലിയ ഫണ്ട് വരുന്ന ഒരു സംവിധാനമാണ്. അത് ദുരുപയോഗം ചെയ്തു. ഏറ്റവും ഒടുവിൽ ഈ കഴിഞ്ഞ 6 മാസം എല്ലാ കാലത്തും സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ഏതെങ്കിലും ഒരു സർക്കാരിനോട് മമത ഉണ്ടാകാറുണ്ട്. അതിനപ്പുറത്തേക്ക് ഒരു സർക്കാർ തുടർഭരണത്തിലേക്ക് നിൽക്കാൻ, ഭരണത്തുടർച്ച ഉണ്ടാകാൻ IAS ഉദ്യോഗസ്ഥർ ഒരു കോക്കസായി പ്രവർത്തിച്ചു എന്ന അതീവ ഗുരുതരമായ ആരോപണം. ഇതിന് കിഫ്ബിയുടെ 130 കോടിയോളം രൂപ മുംബൈയിലെ ഒരു PR കമ്പനിക്ക് നൽകി അതുവഴി സർക്കാരിനെ നിലനിർത്താൻ വലിയ ശ്രമം നടത്തിയെന്ന ആരോപണം ഉന്നയിക്കുന്നു. കിഫ്ബിയിലൂടെ നടത്തിയ പല ഇടപാടുകളുടെയും സാധുതയെ ചോദ്യം ചെയ്യുന്നു. മാത്രമല്ല ഈ KM എബ്രഹാം മസാല ബോണ്ട് അടക്കമുള്ള മുൻ വിവാദങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മസാല ബോണ്ടൊക്കെ കൃത്യമായി അന്വേഷിച്ചാൽ ഒരു 10 വർഷമെങ്കിലും കാരാഗൃഹവാസം അനുഭവിക്കേണ്ടി വരും KM എബ്രഹാം എന്ന മുന്നറിയിപ്പ് അശോക് നൽകുന്നുണ്ട്. ഇത്തരം കാര്യങ്ങൾ പല കാര്യങ്ങളിലും അവരുടെയും പേര് പറയുന്നില്ല. ഇനിയും തെളിവുകൾ തൻ്റെ പക്കലുണ്ട്. അതെല്ലാം പുറത്തുവിടുമെന്ന വെല്ലുവിളിയുണ്ട്. മാത്രമല്ല ഈ രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ആദ്യ പിണറായി സർക്കാരിൻ്റെ കാലം വിഭിന്നമായിരുന്നില്ല. റിട്ടയർഡ് IAS IPS ഉദ്യോഗസ്ഥരെ വളരെ പ്രധാനപ്പെട്ട പദവികളിലേക്ക് കൊണ്ടിരുത്തുന്നു. ഇനിയൊരു സർക്കാർ വന്നാൽ IAS അസോസിയേഷൻ ആവശ്യപ്പെടാൻ പോകുന്നത് ഒരു കാരണവശാലും ലോങ് റിട്ടയർഡായ ഇത്തരം ആളുകളെ പ്രധാന പദവികളിൽ കൊണ്ടിരുത്തരുതെന്ന ആവശ്യം ഗവർണർക്ക് മുമ്പാകെയും ഉന്നയിക്കും. IASകാർക്ക് പല പ്രധാനപ്പെട്ട അവർക്ക് ലഭിക്കേണ്ട പദവികൾ, മുഖ്യമന്ത്രി പ്രിൻസിപ്പൽ സെക്രട്ടറി ഒരു IAS ഉദ്യോഗസ്ഥൻ കൈകാര്യം ചെയ്യേണ്ട പദവിയാണ്. ഗവർണറുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി പദവിയിൽ ഒരു IASകാരൻ വരണം. അവിടെയൊന്നും ആ പദവികൾ നൽകാതെ റിട്ടയർഡ് ഉദ്യോഗസ്ഥരെയും മറ്റ് ജൂനിയർ ഉദ്യോഗസ്ഥരെയുമാണ് ഈ പദവികളിൽ സർക്കാർ നാമനിർദ്ദേശം ചെയ്യുന്നത്. മാത്രവുമല്ല ഈ കാര്യങ്ങളിലൊക്കെ എതിർക്കുന്ന ആളുകളെ ശത്രുക്കൾ എന്ന പോലെ പെരുമാറുന്നു, അവരെ ഫിനിഷ് ചെയ്യാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സർക്കാരിനെ വെല്ലുവിളിക്കുന്നില്ല എന്ന് പറയുമ്പോഴും പുറത്തേക്ക് പോകുന്ന സർക്കാരിനെ വലിയ വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ട് മുഖ്യമന്ത്രിക്കെതിരേക്ക് വ്യക്തിപരമായ ചില ആരോപണങ്ങൾ കൂടി ഉന്നയിച്ചുകൊണ്ട് KM എബ്രഹാമിന് അതിഗുരുതരമായ സാമ്പത്തിക ആരോപണങ്ങളുടെ അടക്കം സൂചന നൽകിക്കൊണ്ടാണ് B. അശോക് രംഗത്ത് വരുന്നത്. ഇത് അശോകിന്റെ ഒറ്റയ്ക്കുള്ള നീക്കമല്ല. IAS അസോസിയേഷന്റെ സംസ്ഥാന അധ്യക്ഷനാണ് അദ്ദേഹം. ആ രീതിയിലുള്ള സംഘടിതമായ നീക്കമായി വേണം ഇതിനെ കാണാൻ. വരും ദിവസങ്ങളിലും സർക്കാരിന് തലവേദനയായി മാറും. പുതിയ സർക്കാർ വന്നാൽ പല കാര്യങ്ങളിലും അന്വേഷണം വേണം. തൻ്റെ സസ്പെൻഷൻ ഉത്തരവ് പുതിയ സർക്കാർ വന്നാൽ ആ ദിവസം പിൻവലിക്കും. ആ ഉത്തരവ് ചവറ്റുകൂട്ടിലേക്ക് പോകുന്ന ആത്മവിശ്വാസത്തോടു കൂടിയാണ് തുടർഭരണം ഉണ്ടാകില്ലെന്ന് കൂടി പറഞ്ഞുകൊണ്ട് അശോക് ഇന്ന് മാധ്യമങ്ങളെ കണ്ടത്. എന്നാലും വലിയ ഒരു സംഘടിതമായിട്ട് നീക്കം അതിന് പിന്നിലുണ്ട് എന്ന് വ്യക്തമാകുന്നു. എന്നാലും B. അശോക് അതിരൂക്ഷ വിമർശനങ്ങളാണ് സർക്കാരിനെതിരെ ഉന്നയിച്ചത്, ഗുരുതര ആരോപണങ്ങളാണ് ഉയർത്തിയത്. അതിനിശ്ചിതമായി തന്നെ ഇന്ന് സർക്കാരിൻ്റെ രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാര്യങ്ങളെ അദ്ദേഹം എതിരെ രംഗത്ത് എത്തുകയും ചെയ്തു. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.